ലോക സിനിമയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള നടനാണ് അർണോൾഡ്. ബോഡി ബിൽഡപ്പിന്റെ ഒരു ഐക്കണായാണ് അർണോൾഡിനെ കണക്കാക്കുന്നത്. നടൻ, വ്യവസായി, ചലച്ചിത്ര നിർമ്മാതാവ്, രാഷ്ട്രീയക്കാരൻ, ബോഡി ബിൽഡർ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു. 2003 മുതൽ 2011 വരെ USA കാലിഫോർണിയ സംസ്ഥാനത്തിന്റെ ഗവർണറായും അർണോൾഡ് പ്രവർത്തിച്ചു. 1947 ജൂലൈ 30 ഓസ്ട്രിയ എന്ന രാജ്യത്തിലെ സ്റ്റെറിയ സംസ്ഥാനത്തിലെ താൽ എന്ന ഗ്രാമത്തിലാണ് അർണോൾഡ് ജനിക്കുന്നത്. ഓസ്ട്രിയൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഗുസ്താവ് ഷാർസ്നെഗർ ആണ് അർണോൾഡിന്റെ അച്ഛൻ. അമ്മ ഔറേലിയ. കുട്ടിക്കാലത്ത് തന്റെ പിതാവുമായി അത്ര നല്ല ബന്ധമല്ലായിരുന്നു അർണോൾഡിന്. അച്ഛന്റെ പക്ഷാപാതമായ പെരുമാറ്റങ്ങൾ കൊച്ചു അർണോൾഡിനെ നല്ല രീതിയിൽ വേദനിപ്പിച്ചു. കുട്ടിയായിരിക്കുമ്പോൾ പിതാവിന്റെ കയ്യിൽ നിന്നും ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു അർണോൾഡിന്. കാരണം അർണോൾഡിന്റെ അച്ഛൻ വിചാരിച്ചിരുന്നത് അർണോൾഡ് തന്റെ മകനല്ല എന്നായിരുന്നു. ഈ ഒരൊറ്റ കാരണം കൊണ്ട് കുട്ടി അർണോൾഡിനെ അച്ഛൻ ഒരുപാട് ഉപദ്രവിച്ചു. തലമുടിക്ക് വലിച്ചും ബെൽറ്റ് കൊണ്ട് അടിച്ചും പിതാവ് തന്നെ ഉപദ്രവിച്ചു എന്ന് അർണോൾഡ് 2004 ഫോർച്യൂൺ എന്ന മാഗസീന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. കർക്കശക്കാരനായിരുന്നു അർണോൾഡിന്റെ അച്ഛൻ. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതലേ തൻ്റെ മക്കൾ കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അച്ഛൻ്റെ ഈ ഒരു സ്വാധീനമാണ് കുട്ടിക്കാലത്ത് അർണോൾഡ് നിരവധി കായിക വിനോദങ്ങളിൽ പങ്കെടുക്കാൻ കാരണം. ആദ്യകാലത്ത് അമേരിക്കൻ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു അർണോൾഡ്. പിന്നീട് 14-ാം വയസ്സിൽ ബോഡി ബിൽഡിങ്ങിൽ തൻ്റെ കരിയർ തിരഞ്ഞെടുത്തു. 20-ാം വയസ്സിൽ മിസ്റ്റർ യൂണിവേഴ്സ് കിരീടവും തുടർന്ന് 7 തവണ മിസ്റ്റർ ഒളിമ്പിയ കിരീടവും നേടി. എക്കാലത്തെ മികച്ച ബോഡി ബിൽഡർമാരിൽ ഒരാളായി അർണോൾഡിനെ കണക്കാക്കുന്നു. 1971 പുറത്തിറങ്ങിയ പമ്പിംഗ് അയൺ എന്ന ഡോക്യുമെന്ററിയിൽ അർണോൾഡ് പ്രത്യക്ഷപ്പെട്ടു. ബോഡി ബിൽഡിങ്ങിൽ നിന്നും വിരമിച്ച ശേഷം അർണോൾഡ് സിനിമയിലേക്ക് തൻ്റെ കരിയർ കൊണ്ടുപോയി. ഹോളിവുഡ് ആക്ഷൻ സ്റ്റാർ എന്ന നിലയിൽ അർണോൾഡ് പ്രശസ്തി നേടി. 1982 ഇറങ്ങിയ കോനാൻ ദ ബാർബറിയൻ എന്ന സിനിമയുടെ വിജയമാണ് അർണോൾഡിനെ ഒരു താരമായി മാറ്റുന്നത്. എന്നാൽ 1984 ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ടെർമിനേറ്റർ എന്ന സിനിമയുടെ മഹാവിജയമാണ് അർണോൾഡിന് ലോകമെമ്പാടും കുറെ ആരാധകരെ സൃഷ്ടിക്കുന്നത്. ടെർമിനേറ്റർ 2, ജഡ്ജ്മെന്റ് ഡേ, കമാൻഡോ, പ്രിഡേറ്റർ, ടോട്ടൽ റീകാൾ, കിൻഡർഗാർട്ടൻ കോപ്പ് എന്നീ സിനിമയുടെ വലിയ വിജയങ്ങൾ അർണോൾഡിന്റെ താരപദവി അരക്കെട്ടുറപ്പിച്ചു. 80s 90s കാലഘട്ടങ്ങളിൽ അർണോൾഡും സിൽവസ്റ്റർ സ്റ്റാലോണും തമ്മിലുള്ള താരപോരാട്ടം അതൊരു സംഭവം തന്നെയായിരുന്നു. ബോക്സ് ഓഫീസിൽ 1-ാം സ്ഥാനത്തെത്തുന്നതിലും ബോക്സ് ഓഫീസ് കളക്ഷനിലും സിനിമയുടെ വിജയങ്ങളിലും രണ്ടു താരങ്ങളും പരസ്പരം മത്സരിച്ചു. ഹോളിവുഡിലെ എക്കാലത്തെയും വലിയ താരപോരാട്ടങ്ങളിൽ ഒന്നുകൂടിയാണിത്. ഏകദേശം 20 വർഷത്തോളം അർണോൾഡ് സ്റ്റാലോൺ താരപോരാട്ടം നീണ്ടുനിന്നു. പിന്നീട് എസ്കേപ്പ് പ്ലാൻ, എക്സ്പെൻഡബിൾസ് ഫ്രാഞ്ചൈസിലെ സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചു. അർണോൾഡിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണ് കമാൻഡോ എന്ന സിനിമ. മാർക്ക് എൽ ലെസ്റ്റർ സംവിധാനം ചെയ്ത് ജോയൽ സിൽവർ നിർമ്മിച്ച് 20th സെഞ്ച്വറി ഫോക്സ് വിതരണത്തിനെത്തിച്ച് 1985 ഒക്ടോബർ 4 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കമാൻഡോ. ജോസഫ് ലോബിന്റെ കഥയ്ക്ക് സ്റ്റീവൻ ഇ ഡിസൂസയാണ് തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത്. മാത്യു എഫ് ലിയോനെറ്റിയാണ് ഛായാഗ്രഹണം. പ്രശസ്ത സംഗീത സംവിധായകൻ ജെയിംസ് ഹോർണറാണ് ചിത്രത്തിന്റെ സംഗീതം.
അർണോൾഡ് ഷ്വാസ്നഗറാണ് ജോൺ മാട്രിക്സ് എന്ന സിനിമയിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. കൂടാതെ റേ ഡോൺ ചോങ്, അലീസ മിലാനോ, വെർണൻ വെൽസ് തുടങ്ങിയവരും മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. സിനിമയിലെ കഥയിലേക്ക് വരുമ്പോൾ തൻ്റെ മകളോടൊപ്പം മലമുകളിലെ ഒരു വീട്ടിൽ സമാധാന ജീവിതം നയിക്കുന്ന ഒരു സ്പെഷ്യൽ മിലിറ്ററി ഫോഴ്സിലെ റിട്ടയർഡ് കമാൻഡോയാണ് ജോൺ മാട്രിക്സ്. എന്നാൽ ഒരു ദിവസം അപ്രതീക്ഷിതമായി കുറച്ച് ശത്രുക്കൾ ജോൺ മാട്രിക്സിന്റെ മകളെ തട്ടിക്കൊണ്ടുപോകുന്നു. രക്ഷിക്കാൻ ശ്രമിക്കുന്ന ജോണിനെ അവർ ബന്ദിയാക്കുന്നു. തട്ടിക്കൊണ്ടുപോയവരിൽ നിന്നും തൻ്റെ മകളെ രക്ഷിക്കാൻ ജോൺ മാട്രിക്സ് എന്ന അച്ഛൻ നടത്തുന്ന പോരാട്ടമാണ് ചിത്രം പറയുന്നത്. അവർ ആരാണ്, എന്തിനാണ് ജോണിന്റെ മകളെ തട്ടിക്കൊണ്ടുപോയത്, അവരുടെ ലക്ഷ്യമെന്താണ് തുടങ്ങിയ കാണുന്ന പ്രേക്ഷകന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വഴിയെ ലഭിക്കും. പതിഞ്ഞ താളത്തിൽ ഒരു സാധാരണ ഗതിയിൽ തുടങ്ങുന്ന സിനിമ നിമിഷ നേരം കൊണ്ടാണ് ത്രില്ലർ സ്വഭാവം കൈവരിക്കുന്നത്. പിന്നീടുണ്ടാകുന്ന ഉദ്യോഗജനകമായ സംഭവവികാസങ്ങളാണ് സിനിമയിൽ. സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അർണോൾഡ് തന്നെയാണ്. തൻ്റെ ബോഡി ബിൽഡപ്പ് കൊണ്ട് ലോകമെമ്പാടും കുറെ ആരാധകരെ സൃഷ്ടിക്കാൻ ഈ ഒരൊറ്റ സിനിമ കൊണ്ട് അർണോൾഡിന് കഴിഞ്ഞു. ആക്ഷൻ സിനിമകളും അർണോൾഡിന്റെ ചിത്രങ്ങളും ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കാണേണ്ട സിനിമയാണ് കമാൻഡോ. ഗംഭീര ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ചിത്രം. സംവിധാനം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി എന്നിവയിൽ സിനിമ മികവ് പുലർത്തുന്നു. ആക്ഷൻ സിനിമാ പ്രേമികൾക്ക് ഒരു വിരുന്ന് തന്നെയാണ് ചിത്രം. ചിത്രം റിലീസ് ചെയ്ത സമയത്ത് മികച്ച പ്രതികരണം നേടി. 9 മില്യൺ ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രം 57 മില്യൺ കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്ററായി മാറി. ഇന്നും അർണോൾഡിന്റെ സിനിമകൾ ലിസ്റ്റ് എടുത്താൽ അതിൽ വലിയൊരു ഫാൻ ബേസ് ഉള്ള സിനിമയാണ് കമാൻഡോ.